കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇമേജ് പ്രോസസ്സിംഗ് മെത്തേഡ്സിനെ കുറിച്ചും ഇമേജ് പ്രോസസ്സിങ്ങിനെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. അതിൽ രണ്ട് ഓപ്പറേഷൻസ് മെയിനായിട്ട് വരുന്ന ഇമേജ് പ്രോസസ്സിങ്ങിൽ വരുന്ന മെയിനായിട്ട് രണ്ടല്ല ഒരുപാട് ഓപ്പറേഷൻസ് ഉണ്ട്. അതിൽ ഇമേജ് ബ്ലറിങ്ങും എഡ്ജ് ഡിറ്റക്ഷനും എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, സോ അപ്പം നമുക്ക് ഇമേജ് ബ്ലറിങ് എന്താണ് എന്നുള്ളതാണ്. അപ്പോൾ അതായത് ഒരു ഇമേജിനകത്ത് റഫായിട്ടും ജാഗ്ഡ് എഡ്ജസും ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു കണ്ടീഷനെ നമ്മൾ പിക്സലേഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് നമ്മൾ ഇമേജ് ബ്ലറിങ് കൊടുത്തു കഴിഞ്ഞാൽ വി ക്യാൻ ഫിക്സ് ദാറ്റ് പിക്സലേഷൻ. ഓക്കെ, അപ്പോൾ ആ ഒരു ഇമേജിനകത്തുള്ള റഫ് ആൻഡ് ജാഗ്ഡ് എഡ്ജസിനെ റിമൂവ് ചെയ്യുക എന്നുള്ള ഒരു ഓപ്പറേഷനാണ് നമ്മൾ ഇമേജ് ബ്ലറിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ബ്ലറിങ് മേക്സ് ദീസ് ഏരിയാസ് അപ്പിയർ സോഫ്റ്റ്. ആ ഏരിയാസിനെ നമുക്ക് സോഫ്റ്റാക്കി മാറ്റുക എന്നുള്ളതാണ് ഇതുകൊണ്ട് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. സോ ആ സോഫ്റ്റ്നെസ്സിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ പിക്സൽ വാല്യൂ ആയിട്ട് എടുക്കും. ഓക്കെ, ആ ഇമേജിനകത്തുള്ള ഓരോ പിക്സൽ വാല്യൂ ആയിട്ട് എടുത്തിട്ട് ആ പിക്സൽ വാല്യൂവിനെ അതിൻ്റെ നെയ്ബറിങ് പിക്സൽസിൻ്റെ ആ നെയ്ബറിങ് പിക്സൽസ് എന്ന് പറയുമ്പോൾ അതിനെ ചുറ്റി സറൗണ്ടിങ് ആയിട്ട് വരുന്ന പിക്സൽസിൻ്റെ എല്ലാത്തിൻ്റെയും കളറിൻ്റെ ആവറേജ് വെച്ചിട്ട് കറൻറ്റ് പിക്സലിനെ സെറ്റ് ചെയ്യും. അങ്ങനെയാണ് ഓരോ പിക്സലിനെയും വാല്യൂ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. സോ അപ്പോൾ ഒരു ഇമേജ് ഉണ്ടെങ്കിൽ ആ ഇമേജിനകത്ത് 1 തുടങ്ങുന്ന ആ ഒരു പൊസിഷൻ മുതൽ വിഡ്ത്ത് -2 ഹൈറ്റ് -2 വരെയുള്ള പൊസിഷൻസ് വരെയുള്ള എല്ലാ പിക്സൽസിനെയും നമ്മൾ ഇതേ രീതിയിൽ അപ്ഡേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ആ ഒരു ഓപ്പറേഷനെയാണ് നമ്മൾ ഇമേജ് ബ്ലറിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇത് എന്തുകൊണ്ടാണ് നമ്മൾ 1 മുതൽ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 0 എടുക്കുന്ന സമയത്ത് അതാണ് നമ്മുടെ ഫസ്റ്റ് പിക്സൽ എന്ന് പറയുന്നത്. 0 പ്രോബ്ലം എന്താണ്, നമുക്ക് അതിന് നെയ്ബറിങ് പിക്സൽ എടുക്കുമ്പോൾ അതിൻ്റെ ലെഫ്റ്റിലും ടോപ്പിലും നമുക്ക് പിക്സൽസിനെ കിട്ടാതെ വരും. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു ഇത് നമ്മൾ അവോയ്ഡ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഏറ്റവും എഡ്ജസിൽ വരുന്ന പിക്സൽസിനെ നമ്മൾ അവോയ്ഡ് ചെയ്തിട്ടാണ് ബ്ലറിങ് ഓപ്പറേഷൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ പ്രോഗ്രാമാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു പെർട്ടിക്കുലർ പിക്സൽ, ഇതാണ് നമ്മുടെ XY പിക്സൽ എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മുടെ ഒരു ഇമേജ് ഗ്രിഡ് നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പോൾ 0 0 0 1 0 2 1 0 1 1 1 2 2 0 2 1 2 2 ഈ ഒരു രീതിയിലാണ് ഇമേജ് നമ്മൾ മെട്രിക്സ് രീതിയിലാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ നമ്മളൊരു പെർട്ടിക്കുലർ പിക്സൽ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ നെയ്ബറിങ് പിക്സൽസ് എന്ന് പറയുമ്പോഴത്തേനും ശരിക്കും ലെഫ്റ്റ്, റൈറ്റ്, ടോപ്പ്, ബോട്ടം ഇങ്ങനെ 4 പിക്സൽസാണ് നമ്മൾ മെയിനായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഇമേജിനെ ഇവിടെ ഒരു ബ്ലർ എന്ന് പറയുന്ന ഒരു ഫങ്ഷനായിട്ട് എഴുതിയിരിക്കുകയാണ്. അപ്പോൾ അതിലേക്ക് നമ്മളൊരു ഇമേജിനെ പാസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഇമേജിനെ നമ്മൾ ആദ്യം അതിൻ്റെ ഒരു ക്ലോൺ എടുക്കുന്നുണ്ട്. ക്ലോൺ നമുക്കറിയാം കോപ്പി എടുക്കുകയാണ് ചെയ്യുന്നത്. കോപ്പി എടുത്തതിന് ശേഷം എക്സും വൈയും 1 മുതൽ ഹൈറ്റ് വരെയും വിഡ്ത്ത് -1 വരെയും ഹൈറ്റ് -1 വരെയും വിഡ്ത്ത് -1 വരെയും നമ്മൾ ട്രാവേഴ്സ് ചെയ്യാണ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു ഇവിടെ ട്രാവേഴ്സ് ഫ്രം 1 ടു വിഡ്ത്ത് -2 ഹൈറ്റ് -2 അത്രയും വരെ നമ്മൾ പോകണം. ഓക്കെ, അപ്പോൾ അത് നമ്മൾ റേഞ്ച് ഫംഗ്ഷനകത്ത് ഇട്ട് കൊടുത്തു. ആ ലൂപ്പിനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, കറൻറ്റ് പിക്സൽ വാല്യൂ ഇവിടെ ഒബ്റ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗെറ്റ് പിക്സൽ വെച്ചിട്ട് കറൻറ്റ് പിക്സൽ വാല്യൂ XY പൊസിഷനിലെ പിക്സൽ വാല്യൂ ഓൾഡ് P എന്ന് പറയുന്ന ഒരു വേരിയബിളിലേക്ക് എടുത്തു. ദെൻ അതോടൊപ്പം തന്നെ X-1Y എന്ന് പറയുമ്പോൾ അതിൻ്റെ ലെഫ്റ്റിലുള്ള പിക്സലാണ്. അപ്പോൾ ഇത് നോക്കിയാൽ നമുക്കറിയാൻ പറ്റും. അതിൻ്റെ ലെഫ്റ്റിലുള്ള പിക്സലിനെ നമ്മൾ പിക്സൽ വാല്യൂ എടുത്തു. ദെൻ അതുപോലെ തന്നെ അടുത്തത് റൈറ്റിലുള്ള പിക്സൽ വാല്യൂ എടുത്തു, ടോപ്പിലുള്ള പിക്സൽ വാല്യൂ എടുത്തു, ബോട്ടത്തിലുള്ള പിക്സൽ വാല്യൂ എടുത്തു. ഈ എല്ലാ പിക്സൽ വാല്യൂസും നമ്മൾ എടുക്കുകയാണ് ചെയ്യുന്നത്. ഈ X-1, Y എന്ന് പറയുന്നത് ആക്ച്വലി ഈ പിക്സലാണ്, അത് ശരിക്കും ടോപ്പ് പിക്സലാണ്. ദെൻ അതുപോലെ X+1, Y എന്ന് പറയുന്നത് ബോട്ടം പിക്സലാണ്. ദെൻ X-Y-1 എന്ന് പറയുന്നത് ലെഫ്റ്റ് പിക്സൽ. ദെൻ X-Y+1 എന്ന് പറയുന്നത് റൈറ്റ് സൈഡിലെ പിക്സൽ. ഈ ഒരു രീതിയിലാണ് നമുക്ക് നോർമലി വരുന്നത്. അപ്പോൾ എനിവേ എങ്ങനെയാണെങ്കിലും ഇതിൻ്റെ ഈ 4 നെയ്ബർ പിക്സൽസിനെ നമ്മൾ ആക്സസ് ചെയ്തു. ഓക്കെ, അതിൻ്റെ പിക്സൽ വാല്യൂസ് നമ്മൾ ഗെറ്റ് ചെയ്തതിന് ശേഷം നമ്മളിനി എന്താ ചെയ്യേണ്ടത്, ഈ
ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടി ആവറേജാണ് നമുക്ക് കിട്ടേണ്ടത്. ഓക്കെ, അതായത് ഈ വാല്യൂ, ഈ വാല്യൂ, ഈ വാല്യൂ, ഈ വാല്യൂ, ഈ 4 വാല്യൂസിൻ്റെ ഇതിൻ്റെ നെയ്ബറിങ് പിക്സൽസിൻ്റെ ആവറേജാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഓരോ പിക്സൽ എടുക്കുമ്പോൾ ആ ഓരോ പിക്സലിലും 3 കമ്പോണൻസ് ഉണ്ട്, RGB. ഓക്കെ, 3 കമ്പോണൻസ് വീതമാണ് ഉള്ളത്. അതിനെ നമ്മൾ ഒരു ട്രിപ്ലെറ്റായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, സോ അപ്പോൾ അതിനെ നമ്മളൊരു ടപ്പിളായിട്ട് ആണ് ഇമാജിൻ ചെയ്യുന്നത്. അപ്പോൾ ഈ ഓൾഡ് പി എന്നൊക്കെ പറയുന്നത് നമ്മൾ ഓരോ ഗെറ്റ് പിക്സൽ വെച്ച് റീഡ് ചെയ്യുന്നതും ഓരോ ടപ്പിളായിട്ട് കൺസിഡർ ചെയ്യുവാണ്. ഓക്കെ, ദെൻ അതിനെ എല്ലാത്തിനെയും കൂടി ചേർത്ത് നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ ആവറേജ് കാണണം. അപ്പോൾ ആവറേജ് കാണാൻ വേണ്ടി നമ്മളൊരു ഫംഗ്ഷൻ ഇവിടെ എഴുതിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് മൊത്തത്തിൽ ആവറേജ് ചെയ്യുന്നതിന് പകരം ഇവിടെ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ഒരു ഫംഗ്ഷൻ എഴുതി ആ ഫംഗ്ഷനിലേക്ക് 2 ടപ്പിൾസ് പാസ് ചെയ്തു. ആ 2 ടപ്പിൾസിനെ R1 G1 B1 R2 G2 B2 എന്ന് പറയുന്ന കമ്പോണൻസ് ആയിട്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം ആ ഓരോ കമ്പോണൻറ്റിലെയും RGB വാല്യൂസിൻ്റെ സമ്മ് നമ്മൾ റിട്ടേൺ ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. അതാണ് ഈ ഒരു ഫംഗ്ഷനകത്ത് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ആർഗ്യുമെൻറ്റ്സ് ആയിട്ട് പാസ് ചെയ്തിരിക്കുന്നത് 111, 222 എന്ന് പറയുന്ന 2 ടപ്പിൾസാണ്. അതായത് 2 പിക്സലിൻ്റെ വാല്യൂസാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് പാസ് ചെയ്തിരിക്കുന്നത്. അതിനെ നമ്മൾ അതിൽ നിന്ന് RGB കമ്പോണൻസ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്തു. ഓക്കെ, ഇപ്പോൾ 111 എന്ന് പറയുന്ന ഒരു ടപ്പിളിനെ നമ്മൾ ആ ഓരോ ടപ്പിളിലും 3 വാല്യൂസാണുള്ളത്. ആ 3 വാല്യൂസിനെ നമ്മൾ 3 വേരിയബിൾസിലേക്ക് അസൈൻ ചെയ്തു. ഓക്കെ, അപ്പോൾ അതങ്ങനെ ആദ്യത്തെ ടപ്പിളും രണ്ടാമത്തെ ടപ്പിളും 2 ഇതിലേക്ക് അസൈൻ ചെയ്തു. എന്നിട്ട് അതിൻ്റെ ഓരോന്നിൻ്റെയും RGB കമ്പോണൻറ്റിൻ്റെ നമ്മൾ അഡീഷൻ എടുത്തു. ഓക്കെ, അപ്പോൾ അറ്റ് എ ടൈം നമ്മൾ 2 പിക്സൽ വാല്യൂസ് ഇങ്ങോട്ടേക്ക് പാസ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ സമ്മ് നമ്മൾ റിട്ടേൺ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് സമ്മ് കണ്ടുപിടിക്കേണ്ടത്? നമ്മുടെ ഇപ്പോഴത്തെ ഓൾഡ് പി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ കറൻറ്റ് പിക്സൽ, ലെഫ്റ്റ് പിക്സൽ, റൈറ്റ് പിക്സൽ, ടോപ്പ്, ബോട്ടം, ഈ 5 പിക്സലിൻ്റെയും കൂടി സമ്മാണ് ഈ ട്രിപ്പിൾ സമ്മിൽ വെച്ച് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് റെഡ്യൂസ് എന്ന് പറയുന്ന ഹയർ ഓർഡർ ഫംഗ്ഷൻ വെച്ച് നമ്മൾ അതിനെ റെഡ്യൂസ് ചെയ്തിരിക്കുക. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുക, റെഡ്യൂസ് ഫംഗ്ഷനിൽ നമ്മൾ ഫസ്റ്റ് ആർഗ്യുമെൻ്റായിട്ട് കൊടുക്കുന്നത് ഒരു ഫംഗ്ഷനാണ്. ഈ ഫംഗ്ഷൻ പെർഫോം ചെയ്ത് നമ്മുടെ കയ്യിലുള്ള ഈ എല്ലാ വാല്യൂസിനെയും നമ്മൾ റെഡ്യൂസ് ചെയ്തെടുക്കുകയാണ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അവസാനം നമുക്ക് ഈ സംസിനകത്ത് കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എല്ലാ പിക്സൽ വാല്യൂസിൻ്റെയും കൂടി RGB കമ്പോണൻസിൻ്റെ സമ്മ്. ഓക്കെ, RGB 3 ഇതിൻ്റെയും സംസ് എന്ന് പറയുന്ന ടപ്പിളിനകത്ത് നമുക്ക് കിട്ടും. ഇനി ഇതിനെ എന്ത് ചെയ്യണം, ആ ടപ്പിളിനകത്തുള്ള ഓരോന്നിൻ്റെയും ആവറേജ് നമുക്ക് കാണണം. അപ്പോൾ ആവറേജ് കാണാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ലാംഡ ഫംഗ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്തു. ആ ലാംഡ ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് വാല്യൂ, ഇപ്പോൾ എക്സ് വാല്യൂ ആണെങ്കിൽ ആ എക്സ് വാല്യൂ ഡിവൈഡഡ് ബൈ 5 ആണ് ചെയ്യാനുള്ളത്. അപ്പോൾ അതാണ് ഇവിടെ നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഏത് വാല്യൂവിലാണ് ചെയ്യേണ്ടത്, നമുക്ക് സംസിനകത്താണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനെ അതായത് മാപ്പ് ഫംഗ്ഷൻ വെച്ച് മാപ്പ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ സംസിനകത്തുള്ള ഓരോ വാല്യൂവിനെയും അതിൻ്റെ ആവറേജിലേക്ക് മാപ്പ് ചെയ്യുക, അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അതിനെ എന്നിട്ട് ടപ്പിളായിട്ട് കൺവേർട്ട് ചെയ്ത് അത് ആവറേജസ് എന്ന് പറയുന്ന ഒരു വേരിയബിളിലേക്ക് അസൈൻ ചെയ്തു. അപ്പോൾ ഈ ആവറേജസ് എന്ന് പറയുന്നത് ഒരു ടപ്പിൾ വേരിയബിളായിട്ട് നമുക്ക് കിട്ടും. എന്നിട്ട് ആ ആവറേജസ് എന്ന് പറയുന്ന വാല്യൂ വെച്ചിട്ട് നമ്മൾ ഇപ്പോഴത്തെ XY പിക്സലിനെ സെറ്റ് പിക്സൽ കൊടുത്ത് നമ്മൾ സെറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പുതിയ ഇമേജിനകത്തുള്ള ഓരോരോ പിക്സൽസാണ് നമ്മൾ സെറ്റ് ചെയ്ത് വിടുന്നത്. അപ്പോൾ ആ ഓരോരോ പിക്സൽസും നമ്മൾ ഈ കിട്ടിയ ആവറേജ് കൊണ്ട് നമ്മൾ സെറ്റ് ചെയ്യും. ഇതാണ് ബ്ലറിങ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ എല്ലാ പിക്സലിലും ഓരോ പിക്സലിനെയും അതിൻ്റെ സറൗണ്ടിങ് പിക്സൽസിൻ്റെ ആവറേജ് വാല്യൂ വെച്ച് റീസെറ്റ് ചെയ്യും. ഓക്കെ, ആവറേജ് വാല്യൂ റീപ്ലേസ് ചെയ്യും. അതാണ് ബ്ലറിങ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത് എഡ്ജ് ഡിറ്റക്ഷനാണ്. എഡ്ജ് ഡിറ്റക്ഷൻ എന്ന് പറയുമ്പോഴത്തേനും നമ്മുടെ ഇമേജിനകത്ത് ഔട്ട്ലൈൻസ് ഒക്കെ എവിടേക്കാണോ വരുന്നത് ആ ഔട്ട്ലൈൻസിനെ മാത്രം ട്രേസ് ചെയ്യുക, ബാക്കി എല്ലാ കളേഴ്സിനെയും നമ്മൾ മാറ്റിക്കളയുക എന്നുള്ളതാണ് ഈ ഒരു എഡ്ജ് ഡിറ്റക്ഷൻ ഓപ്പറേഷനിൽ വരുന്നത്. അപ്പോൾ ഈ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു എഡ്ജ് ഡിറ്റക്ഷൻ അൽഗോരിതം എടുത്തു കഴിഞ്ഞാൽ അതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ പിക്സലിൻ്റെയും ബിലോയിലുള്ള പിക്സൽ, അതായത് ബോട്ടം പിക്സലും ലെഫ്റ്റ് പിക്സലുമാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. കൺസിഡർ ചെയ്തിട്ട് ആ ഓരോ പിക്സലിനെയും ലുമിനസ് വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. ലുമിനസ് വാല്യൂ എന്ന് പറയുമ്പോഴത്തേന് അതിൻ്റെ ഓരോന്നിനകത്തുമുള്ള RGB കമ്പോണൻസിൻ്റെ ടോട്ടലാണ് എടുക്കുന്നത്. ടോട്ടൽ എടുത്തിട്ട് അതിൻ്റെ ആവറേജ്. ഓക്കെ, അപ്പോൾ അതിനെയാണ് നമ്മൾ ലുമിനസ് വാല്യൂ എന്ന് പറയുന്നത്. ആ കിട്ടുന്ന ലുമിനസ് വാല്യൂ
ഒരു ത്രെഷോൾഡിനേക്കാളും ഗ്രേറ്റർ ആണെങ്കിൽ നമ്മളതൊരു എഡ്ജായിട്ട് കൺസിഡർ ചെയ്യും. അങ്ങനെയാണെങ്കിൽ ആ പിക്സലിനെ ബ്ലാക്ക് ആയിട്ട് സെറ്റ് ചെയ്യും, അതല്ലെങ്കിൽ ആ പിക്സലിനെ വൈറ്റ് ആയിട്ട് സെറ്റ് ചെയ്യും. ഓക്കെ, ഇങ്ങനെയാണ് എഡ്ജ് ഡിറ്റക്ഷൻ അൽഗോരിതം ഏറ്റവും സിംപ്ലസ്റ്റ് രീതിയിൽ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഡിറ്റക്റ്റ് എഡ്ജ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ എഴുതിയിട്ടുണ്ട്. ആ ഫംഗ്ഷനിലേക്ക് നമ്മളൊരു ഇമേജ് പാസ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു ത്രെഷോൾഡ് വാല്യൂ ആണ് എമൗണ്ട് എന്ന് പറഞ്ഞ് പാസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ലിമിനസ് വാല്യൂ നമ്മൾ ത്രെഷോൾഡ് ചെക്ക് ചെയ്യണം, അതിന് വേണ്ടിയുള്ള വാല്യൂ ആണ് നമ്മൾ ഇങ്ങോട്ടേക്ക് പാസ് ചെയ്ത് വിടുന്നത്. ദെൻ ഓരോ ട്രിപ്പിൾസിൻ്റെയും ഓരോ പിക്സലിൻ്റെയും വാല്യൂ എടുക്കുമ്പോൾ അതിൻ്റെ RGB കമ്പോണൻസിൻ്റെ ആവറേജ് റിട്ടേൺ ചെയ്യാൻ വേണ്ടി ആവറേജ് എന്ന് പറയുന്നൊരു ഫംഗ്ഷനാണ് ഇവിടെ നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇനി ബ്ലാക്ക് പിക്സലിനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, വൈറ്റ് പിക്സലിനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ബ്ലാക്ക് പിക്സലിൻ്റെ RGB കമ്പോണൻസ് എല്ലാം 0 ആയിരിക്കും, വൈറ്റ് പിക്സലിൻ്റെ RGB കമ്പോണൻസ് എല്ലാം തന്നെ 255 ആയിരിക്കും. ഓക്കെ, ദെൻ ഇനി നമ്മൾ പഴയ ഇമേജിൻ്റെ ഒരു കോപ്പി എടുത്തതിന് ശേഷം നമ്മൾ എക്സും വൈയും പിക്സൽ വാല്യൂസ് നമ്മൾ പോവുകയാണ്. ഓക്കെ, ഇപ്പം 1 മുതൽ ഇമേജ് ഹൈറ്റ് -1 വരെയുള്ള ആ ഒരു പൊസിഷനിലേക്ക് നമ്മൾ XY കോർഡിനേറ്റ്സ് പോകുന്നു. അതിൽ ഓൾഡ് പിക്സൽ എടുക്കുന്നുണ്ട്, അതായത് കറൻറ്റ് പിക്സൽ XY ആണ്. അതിൻ്റെ ലെഫ്റ്റ് പിക്സൽ X-1Y എടുക്കുന്നു, ബോട്ടം പിക്സൽ X,Y+1 എടുക്കുന്നു. അപ്പം ഓരോ പിക്സലിൻ്റെയും ലെഫ്റ്റ് പിക്സലും എടുക്കണം, ബോട്ടം പിക്സലും എടുക്കണം. എന്നിട്ട് ആ ഓരോന്നിൻ്റെയും ലുമിനസ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. ലുമിനസ് വാല്യൂ എന്ന് പറയുന്നത് ആ പെർട്ടിക്കുലർ പിക്സലിൻ്റെ RGB കമ്പോണൻസിൻ്റെ ആവറേജ് എടുക്കുന്നു. അപ്പോൾ ഓരോന്നിൻ്റെ ലുമിനസ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം ഇപ്പോഴത്തെ പിക്സൽ വാല്യൂവിൻ്റെ ലുമിനസ് വാല്യൂവിൽ നിന്ന് ലെഫ്റ്റ് പിക്സലിൻ്റെ ലുമിനസ് വാല്യൂ നമ്മൾ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ത്രെഷോൾഡിനേക്കാളും കൂടുതൽ വരികയോ അതല്ലെങ്കിൽ ബോട്ടം ലുമിനസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അവിടെ കൂടുതൽ വരികയോ ചെയ്യുവാണെങ്കിൽ അത് നമ്മുടെ എഡ്ജാണ്. അങ്ങനെയാണെങ്കിൽ അതിനെ ബ്ലാക്ക് പിക്സൽ വെച്ച് സെറ്റ് ചെയ്യുക, അതല്ലെങ്കിൽ അതിനെ വൈറ്റ് പിക്സൽ വെച്ച് സെറ്റ് ചെയ്യുക. എന്നിട്ട് അവസാനം നമ്മുടെ ഇമേജിനെ റിട്ടേൺ ചെയ്ത് കൊടുക്കുക. ഇതാണ് എഡ്ജ് ഡിറ്റക്ഷൻ ഓപ്പറേഷനായിട്ട് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു എഡ്ജ് ഡിറ്റക്ഷൻ അൽഗോരിതമാണ് ഈ ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത്. സോ അപ്പം എഡ്ജ് ഡിറ്റക്ഷൻ്റെ ഔട്ട്പുട്ട് ഇതുപോലെ ആയിരിക്കും വരിക. ഇത് നമ്മുടെ ഒറിജിനലായിട്ടുള്ള ഇമേജാണ്. അതിൽ ലുമിനൻസ് ത്രെഷോൾഡ് 10 കൊടുത്തപ്പോൾ കിട്ടിയ ഔട്ട്പുട്ടാണിത്. ദെൻ 20 കൊടുക്കുന്ന സമയത്ത് കിട്ടുന്ന ഔട്ട്പുട്ട് ഇങ്ങനെ ഇരിക്കും. ഓക്കെ, അപ്പോൾ ആ ലുമിനസ് വാല്യൂവിലുള്ള ആ ത്രെഷോൾഡിന് അനുസരിച്ചായിരിക്കും നമുക്ക് എഡ്ജ് ഡിറ്റക്ഷൻ മാക്സിമം കിട്ടുന്നത്. ഇനി അതുപോലെ തന്നെ ഇമേജ് സൈസ് റെഡ്യൂസ് ചെയ്യാൻ എന്നുള്ളതും നമ്മുടെ ഇമേജ് പ്രോസസ്സിങ്ങിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ്. സോ എങ്ങനെയാണെങ്കിലും ഒരു ഇമേജിൻ്റെ സൈസ് കുറയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ആ ഇമേജിൻ്റെ ആസ്പെക്ട് റേഷ്യോ പ്രിസർവ് ചെയ്തുകൊണ്ട് വേണം നമ്മൾ സൈസ് റെഡ്യൂസ് ചെയ്യാനായിട്ട്. ഇപ്പോൾ ആസ്പെക്ട് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വിഡ്ത്തും ഹൈറ്റും തമ്മിലുള്ള ആ ഒരു റേഷ്യോ ആണ് ആസ്പെക്ട് റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ പോകാതെ തന്നെ ആയിരിക്കണം നമ്മൾ ഇമേജിൻ്റെ സൈസ് റെഡ്യൂസ് ചെയ്യേണ്ടത്. സോ അപ്പോൾ അങ്ങനെ ഒരു ഇമേജിൻ്റെ സൈസ് റെഡ്യൂസ് ചെയ്യാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിയേറ്റ് എ ന്യൂ ഇമേജ് ഹൂസ് വിഡ്ത്ത് ആൻഡ് ഹൈറ്റ് ആർ എ കോൺസ്റ്റൻറ്റ് ഫ്രാക്ഷൻ ഓഫ് ദി ഒറിജിനൽ ഇമേജ് വിഡ്ത്ത് ആൻഡ് ഹൈറ്റ്. ഒറിജിനൽ ഇമേജിൻ്റെ വിഡ്ത്ത് ആൻഡ് ഹൈറ്റിൻ്റെ ഒരു കോൺസ്റ്റൻറ്റ് ഫ്രാക്ഷനിലേക്ക് വേണം നമ്മൾ ഒരു ഇമേജിനെ ഷ്രിങ്ക് ചെയ്ത് കൊണ്ടുവരാനായിട്ട്. സോ ദ അൽഗോരിതം then copies the color values of just some of the original images pixels to the new image. എന്നിട്ട് അതായത് നമ്മുടെ ഈ റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് എന്താ ചെയ്യുന്നത്, ഒറിജിനൽ ഇമേജിനകത്തു നിന്ന് കുറച്ച് പിക്സൽ വാല്യൂസ് മാത്രം നമ്മൾ പുതിയ ഇമേജിലേക്ക് കോപ്പി ചെയ്യുന്നുള്ളൂ. എല്ലാ പിക്സൽ വാല്യൂസും എടുക്കുമ്പോൾ അത് കോപ്പിയിങ് ആണ്. ഇവിടെ ഷ്രിങ്കിങ് ആകുമ്പോഴത്തേനും അല്ലെങ്കിൽ റിഡക്ഷൻ ആകുമ്പോഴത്തേനും കുറച്ച് പിക്സൽ വാല്യൂസ് മാത്രം നമ്മൾ കോപ്പി ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. സോ അപ്പം നമ്മളിവിടെ ഒരു ഫാക്ടർ പറയും. To reduce the size of an image by a factor of 2, you could copy the color values from every other row and every other column of the original image to the new image. Okay, അപ്പം നമ്മളിപ്പം ഫാക്ടർ 2 വെച്ചിട്ടാണ് റെഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഒരു പിക്സൽ വാല്യൂ എടുത്തു കഴിഞ്ഞാൽ തൊട്ടടുത്ത് വരുന്ന റോയിലെയും കോളത്തിലെയും പിക്സൽ വാല്യൂ എടുക്കില്ല, അത് കഴിഞ്ഞിട്ടുള്ള പിക്സൽ വാല്യൂ ആയിരിക്കും നമ്മൾ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിയിലായിരിക്കും നമ്മുടെ റിഡക്ഷൻ പോകുന്നത്. അപ്പോൾ ഇവിടെയും നമുക്ക് ഇമേജും ഫാക്ടറുമാണ് നമ്മൾ ഈ ഒരു ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. വിഡ്ത്തും ഹൈറ്റും നമ്മളിവിടെ കണ്ടുപിടിക്കുന്നുണ്ട്, ഗെറ്റ് വിഡ്ത്തും ഗെറ്റ് ഹൈറ്റും ഫങ്ഷൻസ് യൂസ് ചെയ്തുകൊണ്ട്.
ദെൻ അതിനുശേഷം പുതിയ ഇമേജിനെ നമ്മൾ ഈ ഒരു ഫാക്ടർ കൊണ്ട് ഡിവൈഡ് ചെയ്ത്, അതിൻ്റെ കോൺസ്റ്റൻറ്റ് ഫാക്ടർ കൊണ്ട് ഡിവൈഡ് ചെയ്ത് നമ്മൾ പുതിയൊരു ഇമേജ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഓൾഡ് വൈയും ന്യൂ വൈയും 0 ആയിട്ട് സെറ്റ് ചെയ്തു. ദെൻ ഓൾഡ് വൈ ലെസ് ദാൻ ഹൈറ്റ് മൈനസ് ഫാക്ടർ. ഓക്കെ, അപ്പം 0 ലെസ് ദാൻ ഹൈറ്റ് മൈനസ് ഫാക്ടർ വരുവാണെങ്കിൽ ഇപ്പോഴത്തെ ഓൾഡ് എക്സും ന്യൂ എക്സും 0 ആയിട്ട് സെറ്റ് ചെയ്യും. അതല്ല, അത് ഓരോ തവണ ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ലൂപ്പിനകത്ത്. ഓക്കെ, അപ്പോൾ അതിനുശേഷം വിഡ്ത്തിൻ്റെ കേസിൽ അതുപോലെ തന്നെ നമ്മളിപ്പോഴത്തെ ഓൾഡ് എക്സ് വൈ ഇപ്പോഴത്തെ കറൻറ്റ് പൊസിഷൻ്റെ പിക്സൽ എടുക്കുന്നു. പിക്സൽ എടുത്തതിന് ശേഷം നമ്മുടെ പുതിയ ഇമേജിനകത്തുള്ള ആ ഒരു എക്സ് വൈ പൊസിഷനിലേക്ക് നമ്മൾ ഓൾഡ് പിക്സൽ വാല്യൂവിനെ സ്റ്റോർ ചെയ്യുന്നു. ഓക്കെ, അപ്പം ന്യൂ എക്സും ന്യൂ വൈയും നമുക്കിപ്പോൾ 0 നിൽക്കുന്നത്. ഓൾഡ് വൈ ന്യൂ വൈ എന്നൊക്കെ പറയുന്നത് ഓൾഡ് എക്സും ഓൾഡ് വൈയും നമ്മുടെ പഴയ ഒറിജിനൽ ഇമേജിൻ്റെ എക്സ് വൈ കോർഡിനേറ്റ്സിനെ കാണിക്കുന്നതും, ന്യൂ എക്സ് വൈ എന്ന് പറയുന്നത് നമ്മുടെ പുതിയ ഫയലിലേക്ക്, അതായത് റൈറ്റ് ചെയ്യാൻ പോകുന്ന പുതിയ ഇമേജിൻ്റെ ആ ഒരു എക്സ് വൈ പൊസിഷൻസ് കാണിക്കുന്നതുമാണ്. അപ്പോൾ ഓരോ തവണയും നമ്മൾ ഓൾഡ് വൈ ലെസ് ദാൻ ഹൈറ്റ് മൈനസ് ഫാക്ടർ ആയിരിക്കുന്നത് വരെ നമ്മൾ ഓൾഡ് എക്സിനെയും ന്യൂ എക്സിനെയും 0 ആയിട്ട് ഓരോരോ റോ ബൈ റോ എടുക്കുകയാണ്. ദെൻ അതുപോലെ തന്നെ അതിൻ്റെ വിഡ്ത്ത് മൈനസ് ഫാക്ടർ വരെ ഓൾഡ് എക്സ് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് എന്താണ് ചെയ്യുന്നത്, ഇപ്പോഴത്തെ എക്സ് വൈ പൊസിഷനിൽ വാല്യൂ എടുക്കുന്നു, അതിനെ പുതിയ ഇതിലേക്ക് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് എത്രയാണോ ഫാക്ടർ അത് വെച്ച് നമ്മൾ എക്സിനെ ഇൻക്രിമെൻറ്റ് ചെയ്യുന്നു. അതുപോലെ അടുത്ത പുതിയ ഇതിൻ്റെ അകത്ത് ഒറിജിനൽ ഇമേജിനകത്തുള്ള എക്സിനെ നമ്മൾ എത്രയാണോ ഫാക്ടർ ഉള്ളത് ആ ഫാക്ടർ വെച്ച് ഇൻക്രിമെൻറ്റ് ചെയ്യണം. അതേസമയം നമ്മുടെ പുതിയ കോപ്പി ചെയ്തെടുക്കുന്ന പുതിയ ഇമേജിനകത്തുള്ള എക്സിനെ നമ്മൾ 1 കൊണ്ട് ഇൻക്രിമെൻറ്റ് ചെയ്തു. ദെൻ അതുപോലെ തന്നെ ഓൾഡ് വൈനെ നമ്മൾ ഫാക്ടർ കൊണ്ട് ഇൻക്രിമെൻറ്റ് ചെയ്തു, ന്യൂ വൈനെ 1 കൊണ്ട് ഇൻക്രിമെൻറ്റ് ചെയ്തു. ഓക്കെ, അപ്പം ഒരു പിക്സൽ എടുത്തു കഴിഞ്ഞാൽ ആ പിക്സലിൻ്റെ തൊട്ടടുത്ത് റൈറ്റ് സൈഡിൽ വരുന്ന പിക്സലും ബോട്ടം സൈഡിൽ വരുന്ന പിക്സലും അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഫാക്ടർ നമ്മൾ ഈ പറഞ്ഞതനുസരിച്ച് ഫാക്ടർ 2 ആണ്. 2 എന്ന് പറയുമ്പോഴത്തേനും ഇടയ്ക്കുള്ള ഒരു പൊസിഷൻ മാത്രം നമ്മൾ സ്കിപ്പ് ചെയ്ത് പോകുന്നുള്ളൂ. അപ്പോൾ അതുപോലെ നമുക്ക് ഫാക്ടർ എത്ര വേണമെങ്കിലും കൊടുക്കാം. അപ്പോൾ എത്ര ഫാക്ടർ കൊടുക്കുന്നുണ്ടോ അത്രയും നമ്പർ ഓഫ് പിക്സൽസിനെ സ്കിപ്പ് ചെയ്യാനാണ് ഈ ഒരു പൊസിഷനിൽ ഓരോ നമ്മുടെ ഒറിജിനൽ പിക്സലിൻ്റെ എക്സ് വൈ പൊസിഷനെ നമ്മൾ ഫാക്ടർ കൊണ്ട് ആഡ് ചെയ്ത് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇമേജ് പ്രോസസ്സിങ്ങിനകത്ത് വരുന്നത്. ഇനി അടുത്ത നമുക്ക് വരുന്ന പോർഷൻസ് എന്ന് പറയുന്നത് ഇവൻറ്റ് ഡ്രിവൺ പ്രോഗ്രാമിംഗ് ഒക്കെയാണ്. അപ്പോൾ അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.